പ്രത്യേകമായി അറിയിക്കുക. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂർ നാളെ വോട്ടെടുപ്പ് കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുകയാണ്. നിശബ്ദ പ്രചാരണ ദിനമായ ഇന്ന് വോട്ടർമാരെ നേരിട്ട് കണ്ട് അവസാനവട്ട വോട്ട് ഉറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. വോട്ടെടുപ്പ് സാമഗ്രികളുടെ വിതരണമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡി ബിനോയ് ചേരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ നിശബ്ദ പ്രചാരണത്തിൻ്റെ ഇടയിലും മുഴങ്ങി കേൾക്കുന്നത് CPIM RSS ബന്ധവുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി അറബിക്കടലിൽ അടിയന്തരാവസ്ഥ തുലയട്ടെ എന്നുള്ള രാജ്യവ്യാപകമായിട്ടുള്ള ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു കൂടിച്ചേരലായിരുന്നു അത്, സഹകരണമായിരുന്നു അത് എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വരുന്നു. എല്ലാവരും RSSുമായിട്ട് BJPക്ക് ഇപ്പോഴും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ബന്ധമുണ്ട് എന്ന് UDF കൺവീനർ തന്നെ പറയുന്നു. ആ രീതിയിൽ ഈ നിശബ്ദ പ്രചാരണത്തിനിടയിലും ശബ്ദത്തോടുകൂടി ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിലമ്പൂരിൽ ഈ നിശബ്ദ പ്രചാരണ ദിനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴുണ്ടാകുന്ന ഈ ചില ആരോപണങ്ങൾ തന്നെയാണ് ഇത്തവണ നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ പോളിംഗിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഉയർന്നു പൊങ്ങി വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം സ്വാഭാവികമായിട്ടും BJP ബാന്ധവം ഒന്നുകിൽ UDFനോടോ അല്ലെങ്കിൽ LDFനോടോ ആരോപിക്കുക ഒരു പതിവ് സംഭവമാണ്. ഒപ്പം അതിന് തൊട്ട് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള പാർട്ടികളുമായിട്ടുള്ള ബന്ധം ആരോപിക്കുന്നതൊക്കെ തന്നെ ഇതിൽ ഇങ്ങനെ ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു പതിവ് സംഭവം നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് കോൺഗ്രസ് വലിയ തരത്തിൽ CPIMനെ കടന്നാക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം CPIMൻ്റെ ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ, സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അഴിച്ചുവിടാൻ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും ഒപ്പം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സണ്ണി ജോസഫും എല്ലാം ഒരേപോലെ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, അടിയന്തരാവസ്ഥയ്ക്കെതിരെ കടുത്ത ഭാഷയിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചിരുന്നു. അന്നുണ്ടാക്കിയ ആ സഖ്യം, ആ സഖ്യവുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും അടർത്തിയെടുത്ത ചില ഭാഗങ്ങളാണ് പിന്നീട് ആരോപണത്തിനായി കോൺഗ്രസ് വിനിയോഗിക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും അതൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1975 അടിയന്തരാവസ്ഥ വേളയിൽ വലിയ തരത്തിൽ ശക്തമായ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ കേരളത്തിൽ മുന്നിട്ടിറങ്ങിയ CPIM പോലുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനം അതിന് ദേശീയ തലത്തിൽ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റു ചില കക്ഷികളുമായുള്ള അവർക്കൊരു ബാന്ധവം അല്ലെങ്കിൽ ബന്ധം അനിവാര്യമായിരുന്നു. അത്തരത്തിൽ ഒരു ബന്ധം അന്ന് സ്ഥാപിച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ നടത്തിയ ഒരു വലിയ ധീരമായ പോരാട്ടം തന്നെയാണെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതും പറഞ്ഞു വെച്ചതും. പക്ഷേ അതിന് അംഗീകരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടല്ല പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC അധ്യക്ഷനോ UDF കൺവീനറോ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, ഈ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൻ്റെ തലേനാളുകളിലും 2 ദിവസം മുമ്പുണ്ടാകുന്ന ഈ RSS അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആരോപണങ്ങൾ ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുപോകുന്ന ഒരു തന്ത്രം കോൺഗ്രസ് കൃത്യമായി ഇവിടെ പയറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുവാൻ CPIM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എത്ര കണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചർച്ചയാകും എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്തായാലും രാഷ്ട്രീയപരമായി ഇതൊരു ചർച്ചയായി മുന്നോട്ട് പോകും. നിലമ്പൂരിൽ ഇത് എത്ര കണ്ട് പ്രതിഫലിക്കുമെന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ശരി തന്നെ, ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുകളുമായി അതിന് പിന്നാലെ വരുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആ ആരോപണങ്ങൾക്ക് ഒരു കാര്യം കൂടി അദ്ദേഹം അടിയറയിട്ട് പറയുന്ന കാര്യമുണ്ട്. അതായത് EMS നമ്പൂതിരിപ്പാട് മട്ടാഞ്ചേരിയിൽ മത്സരിക്കുന്ന സമയത്ത് മഞ്ചേരിയിൽ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ദീൻദയാൽ ഉപാധ്യായ എന്ന് പറയുന്ന നേതാവ് ഇവിടെ എത്തിയിട്ട് അദ്ദേഹത്തിനെതിരെ പരാജയപ്പെടുത്തണം, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന തരത്തിലാണ് നീക്കങ്ങൾ നടക്കുന്നത്, മുഖ്യമന്ത്രിയാണ്, അതുകൊണ്ട് അദ്ദേഹം പരാജയപ്പെടുത്തണം എന്ന തരത്തിലൊരു നീക്കം നടത്തിയപ്പോൾ അന്ന് അദ്ദേഹത്തോടൊപ്പം കൂട്ടുകൂടിയവരാണ് കോൺഗ്രസ്സുകാർ എന്നൊക്കെ തന്നെ തിരിച്ചടിക്കാൻ അദ്ദേഹം CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലൂടെ. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ചർച്ചയ്ക്ക്, രാഷ്ട്രീയ ചർച്ചയ്ക്ക്
അപകടങ്ങളിലേക്ക് ഇത് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അത് എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേസമയം ജമാഅത്തെ ഇസ്ലാമി വിവാദം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നിലമ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം കത്തി നിൽക്കുന്ന ഒരു വിവാദ വിഷയം തന്നെയായിരുന്നു. ജമാഅത്തെ ഒരു നിരുപാധിക പിന്തുണയാണ് ജമാഅത്തെ ഇസ്ലാമി UDFന് നൽകുന്നതെന്ന് അവർ പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പം ചേർന്നപ്പോൾ അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, അവർക്ക് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് അവരുടെ പഴയ മുഖം ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതുകൊണ്ട് ഒപ്പം നിർത്താം എന്നൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിന് വളരെ കർക്കശമായ ഭാഷയിൽ ആയിരുന്നു അതിനെതിരെ CPIM-ഉം LDF ഘടകകക്ഷികളും ഒക്കെ തന്നെ അതിനെതിരെ തിരിഞ്ഞ് വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ആ ആരോപണങ്ങളുടെ അലയൊലികൾ ഇപ്പോഴും നിലമ്പൂരിൽ നിലനിൽക്കുന്ന സമയത്താണ് ഈ BJP ബാന്ധവം എന്ന് പറയുന്ന CPIM-ന് BJP-യോട് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള പ്രചാരണവുമായി. അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റു ചില ബന്ധങ്ങൾ കൂടി കൊണ്ടുവന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ശ്രദ്ധ വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമം, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചോളം നിലമ്പൂരിന് ജനകീയമായ പ്രശ്നങ്ങളുണ്ട്, അവരുടെ വിഷയങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം നല്ല രീതിയിൽ ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂരിലെ പ്രചരണ പരിപാടി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 23 ദിവസമാണ് പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതെങ്കിൽ തന്നെയും അവിടെ ദേശീയ രാഷ്ട്രീയവും അന്താരാഷ്ട്ര തലത്തിലുള്ള രാഷ്ട്രീയവും വരെ ചർച്ച ചെയ്യുവാൻ നേതാക്കന്മാർ തയ്യാറായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒപ്പം അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും സർവസ്പർശിയായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് നാളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചർച്ചകൾ, അല്ലെങ്കിൽ ഈ 24 മണിക്കൂറിന് മുമ്പ് തുടങ്ങിയിരിക്കുന്ന ഈ ചർച്ചകൾ അതത്ര ഈ തെരഞ്ഞെടുപ്പിനെ സജീവമായി ബാധിക്കാനുള്ള സാധ്യത നിലമ്പൂരിലുണ്ടാവില്ല. പക്ഷേ ഭാവിയിൽ അത് എത്ര കണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളത്, എത്ര വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാണേണ്ട സംഭവമാണ്. എന്തായാലും നിലമ്പൂരിലെ രാഷ്ട്രീയം, നിലമ്പൂരിലെ ചർച്ചകൾ അത് വലിയ തരത്തിൽ മാറപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും നിലമ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ വൈദ്യുതി കെണിയിൽപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാദപ്രതിവാദങ്ങളും ഒക്കെ തന്നെ മണിക്കൂറുകളെ നീണ്ടു നിന്നെങ്കിൽ പോലും അതൊക്കെ തന്നെ അവിടെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ അങ്ങനെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവരുടെ ജനകീയമായ പ്രശ്നങ്ങൾ, അവരുടെ വീട് കിട്ടാത്തവരുടെ പ്രശ്നങ്ങൾ, പോത്തുപാറ പഞ്ചായത്തിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് പോയിട്ടിരിക്കുന്ന ഒരു വേളയിൽ ആണ് നമ്മൾ നാളെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടമെന്നിലേക്ക് പോളിംഗിലേക്ക് എത്തപ്പെടുന്നത്. മാത്രവുമല്ല കേരളം കണ്ട ഏറ്റവും വലിയ തരത്തിലുള്ള പ്രചരണ പരിപാടികളുടെ വേദിയായി നിലമ്പൂർ മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വിഷയം. കാരണം മറ്റു തിരഞ്ഞെടുപ്പുകളിലൊന്നും തന്നെ, പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു, അവിടെ ഒന്നും തന്നെ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു, അവിടെ എങ്ങും കാണാത്ത തരത്തിലുള്ള ആരവങ്ങളും പ്രചരണ രീതിയും ഒക്കെ നിലമ്പൂരിലേക്ക് മാറി എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഇരു മുന്നണികൾക്ക് മുന്നിലുള്ള ഒരു സെമി ഫൈനൽ മത്സരമാണ്. വരാൻ പോകുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ വിജയിക്കുന്ന മുന്നണി, അവർക്ക് ആ മുന്നണിയുടെ അണികൾക്ക് കിട്ടുന്ന പ്രചോദനം, അവരിലൂടെ കിട്ടാൻ പോകുന്ന വോട്ടുകൾ, ഇതെല്ലാം തന്നെ 2 മുന്നണികളും വലിയ രീതിയിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിലമ്പൂരിലെ വിജയം ഇരു മുന്നണികളും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയുള്ള കടുത്ത പ്രയത്നം ഇരു മുന്നണികളും നടത്തിയിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ച മുതൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ഞായറാഴ്ച ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രചരണ വേദിയായി നിലമ്പൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം മാറപ്പെട്ടിരുന്നു. ദേശീയ നേതാക്കന്മാർ മുതൽ സംസ്ഥാന നേതാക്കന്മാർ വരെ കൃത്യമായി അവിടെ തമ്പടിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഒരു പ്രവർത്തനം, റോഡ് ഷോകൾ, അങ്ങനെ ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിളക്കുന്ന തരത്തിൽ, ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന തരത്തിലൊക്കെ നടത്തിയ പ്രചരണ പരിപാടികൾ, ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണ പരിപാടി, ഇതൊക്കെ തന്നെ വലിയ തരത്തിൽ നിലമ്പൂരിൽ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ മനസ്സറിയണമെങ്കിൽ ഇനി ഫലം വരണം. ഇരു മുന്നണികൾ ഒരുപോലെ തന്നെ വിജയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. MS നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന CPM RSS ബന്ധമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കളടക്കമുള്ളവർ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളും അതിനെ പ്രതിരോധിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന കാര്യങ്ങളുമൊക്കെ വലിയ രീതിയിൽ ബാധിക്കുകയില്ല എന്ന്
ഡി ബിനോയ് സൂചിപ്പിക്കുമ്പോൾ തന്നെയും അരാഷ്ട്രീയ വോട്ടുകളും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിക്കാതെ ചഞ്ചലരായിട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഈ അവസാന ദിവസങ്ങളിൽ നിശബ്ദ പ്രചാരണ നിമിഷങ്ങളിൽ ഉണ്ടാവുന്ന വാദങ്ങളും പ്രതിവാദങ്ങളും അവരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം വീട്ടുമുറ്റത്തെ അതിർത്തി തർക്കം അല്ലെങ്കിൽ വഴി പ്രശ്നം അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ വോട്ട് ചെയ്യുന്നവർക്കൊപ്പം തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള വിഷയങ്ങളിൽ ഓരോ രാഷ്ട്രീയ കക്ഷികൾ എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന പ്രബുദ്ധരുടെ കൂടിയിടം ആണ് നിലമ്പൂർ എന്നുള്ളത് കൊണ്ട് ഈ വിഷയങ്ങളൊക്കെ അവരുടെ മനസ്സിനെ വോട്ട് എടുപ്പിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ വരെ ഉയരുന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിൻ്റെ പിറകിലുള്ള വാസ്തവങ്ങളും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൊട്ട് പിറകെ തന്നെ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കോൺഗ്രസിൻ്റെ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രത്യാക്രമണം നടത്തിയത്. അതിലേക്ക് പോയിട്ട്